ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ഒരു വെജിറ്റബിൾ കറിയാണ്. ഒരു വാഴക്കുടപ്പം കിട്ടിയ കേട്ടോ, വീട്ടിലത്തെ തന്നെയാണ്. ഒരു പാളയംകുടം വാഴയുടെ ഒരു വാഴക്കുടപ്പം കിട്ടിയിട്ടുണ്ട്. ചെറിയ കുടപ്പനാണ്. അപ്പോൾ നമ്മളത് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നതേ നമ്മുടെ ചെറിയ വാഴക്കൂമ്പാണ് കേട്ടോ. അപ്പോൾ ചെറിയ വാഴക്കുലയായിരുന്നു, അതിൻ്റെ ഒരു ചെറിയ കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഞാൻ എടുത്തു. ഇതാണ് ഞാൻ തോരനാക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയുടെ പീര, ചെറിയ മുറിയാണ്, അത് മുഴുവനും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 8 അല്ലി വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി ചുമന്നുള്ളി രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഈ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പീര ഒന്ന് ഒതുക്കാൻ എടുക്കുന്നത്. പീര ഒതുക്കിയെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കറക്കുള്ളൂ, മിക്സിയിൽ അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒരു കറക്ക് മാത്രം. അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ പീര ഒതുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് വെച്ചേക്കാം. മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരൊറ്റ കറക്കുള്ളൂ. അതാണ് ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടത് കാരണം അതാണ്, പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു കറക്ക്, ജസ്റ്റ് ഒരു കറക്ക് മാത്രം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ വാഴക്കൂമ്പ് അരിയണതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പോണത് അല്പം എണ്ണയാണ് കേട്ടോ. അല്പം എണ്ണ ഒന്ന് കയ്യിൽ തടയാനുണ്ട്, കാരണം അല്ലെങ്കിൽ ഇത് കറയാണ്. അപ്പോൾ എണ്ണ തടകിയിട്ടാണ് ഞാൻ അരിയാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീതിലത്തെ ഇതൊക്കെ പൊളിച്ച് മാറ്റാം. ആ വൈറ്റ് ഭാഗം വരുന്നതുവരെയും പൊളിച്ച് മാറ്റണം. 2-3 ഞാൻ പൊളിച്ച് മാറ്റിയിരുന്നു. ഇത് മതിയാകും. ഇനി നമുക്ക് ഈ തണ്ടങ്ങൾ കളയാം. ഇത് ഇനി കഴുകിയെടുത്തതാണ്, നമ്മുടെ തന്നെയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് കൊത്തി അരിയുന്നത്. നല്ല നൈസാക്കി പൊടിയാക്കി ഇങ്ങനെ കൊത്തി അരിയണം. ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞിട്ടോ, വളരെ ചെറുതാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലരിത് അരിഞ്ഞ് വെള്ളത്തിലിടും, ചിലർ കഞ്ഞിവെള്ളത്തിലിടും, ചിലർ മോരും വെള്ളത്തിലിടും കറ പോകാൻ വേണ്ടി. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കറ പോകാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അല്പം കറിക്ക് ആവശ്യമായ ഉപ്പില്ലേ, അത് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് തിരുമ്മി വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് തിരുമ്മി വെക്കാം. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയിക്കോളും. പിന്നെ ഇതിന് ചെറിയൊരു നാര് പോലെ ഉണ്ടാവും, അതൊന്നും കളയണ്ട. ശരിക്കും ഇതൊരു ഫൈബർ കൂടിയ ഐറ്റമാണിത്. അപ്പോൾ നമ്മൾക്ക് നാരൊക്കെ ഉള്ളിൽ തന്നെ ചെല്ലട്ടെ, നാരൊന്നും കളയണ്ട. നമുക്ക് അതൊക്കെ കറിയിൽ തന്നെ റെഡിയാക്കാം. ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുമ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയിക്കോളും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഉപ്പും വെളിച്ചെണ്ണയും തിരുമ്മി വെച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ പണ്ട് തൊട്ടേ ചെയ്ത് കണ്ടക്കണത്. വെള്ളത്തിലിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇട്ടാൽ തന്നെ അതിൻ്റെ ഗുണം പോയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കറി റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ പോയാണ്. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം
2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ചിടാം. ഇതിലേക്ക് നമുക്ക് കുടപ്പനിട്ട് കൊടുക്കാം, വാഴക്കുടപ്പനിട്ട് കൊടുക്കാം. അപ്പോൾ വാഴക്കുടപ്പനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ നമ്മൾ ഉപ്പിടരുത്. തീ കുറച്ചാണ് ഇട്ടേക്കണത്. നമുക്ക് ഇതിലേക്ക് ഒതുക്കിയ പീരയാണ്. ഇതിൽ ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് ഇത്രയും കൂട്ടിയിട്ടാണ് പീര ഒന്ന് ജസ്റ്റ് ഒരു കറക്കിയേക്കണത്. അപ്പോൾ അതും കൂടി ഇടാം. ഒപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ജാറ് കഴുകിയ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മിക്സാകാൻ വേണ്ടി നമുക്ക് അല്പം ജാറ് കഴുകിയ വെള്ളം കൂടി ഇട്ടിട്ട് നമുക്കിത് ചെറുതീയിൽ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ട് വേവധികം ഒന്നും ഇല്ലാത്ത സംഭവമാണ്. ഇപ്പോൾ ഒന്ന് ആവി കയറിയാൽ ഇത് റെഡിയാവും. ഇതൊന്ന് റെഡിയാവട്ടെ. അപ്പോൾ നമ്മുടെ കറി നോക്കാം. ഇതിപ്പോൾ ഒരു 5-8 മിനിറ്റ് ആയിട്ടോ. ചെറുതീയിൽ ഞാൻ മൂടി വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി കണ്ട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിളക്കി കൊടുത്തിരുന്നു. ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കറി വാഴക്കൂമ്പ് തോരൻ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ, വാഴക്കുടപ്പൻ തോരൻ അഥവാ വാഴക്കൂമ്പ് തോരൻ എന്ന് പറയും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ കളയാതെ അത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ കിട്ടിയെന്ന് ഞാൻ കളയാറില്ല, ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ തന്നെയുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളും ഇതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, ടേസ്റ്റൊക്കെ നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്.